ശ്യാമളേച്ചി എന്താ ചോദിച്ചത്? അമ്മ പറയുന്ന കേട്ടല്ലോ രത്നമ്മയെ കൊണ്ട് ചോദിപ്പിക്കാന്ന്. എടേ, ശ്യാമളയുടെ മോള് വർഷേ പ്രസവിക്കാറായി നിൽക്കുക. ഇനി 1 മാസം കൂടെയുള്ളൂ പ്രസവത്തിന്. വർഷയെ നോക്കാൻ ആരുമില്ല. ശ്യാമളയ്ക്ക് ജോലിക്ക് പോകണ്ടായോ? അവിടെ ജോലിക്കാരിയെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടത്തെ യാനിയെ ഒന്ന് വിട്ടുകൊടുക്കുമെന്ന്. എത്ര നാളത്തേക്ക്? ഒരു 4 മാസം, കുറഞ്ഞതൊരു 3 മാസമെങ്കിലും. വിജയം സമ്മതിക്കൂടി? സമ്മതിക്കില്ലെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കണം. ട്രിക്കോ? ആ, എന്തെങ്കിലും സൂത്രപ്പണി, കൗശലം. എടേ, അവളെ ഇവിടുന്ന് മാറ്റി നിർത്തിയ ഒരു ഗുണമുണ്ട്. എന്താ? ആ നടേശന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും. നമുക്ക് അവളെ അങ്ങ് കയറ്റി വിട്ടാലോ അമ്മേ? കയറ്റി വിടാം. നീയേ വിജയനോട് സൂത്രത്തിലൊന്ന് ചോദിച്ചു നോക്ക. ശ്യാമളയ്ക്ക് ഒരു സഹായമാകും, നടേശനെ ഒരു പണി കൊടുക്കാം. പിന്നെ അവളുണ്ടല്ലോ യാനി, അവിടെ അഹങ്കാരവും തീർക്കാം. ഒരു വെടിക്ക് 3 പക്ഷി. ഞാനെന്തായാലും വിജയേട്ടനോടൊന്ന് പറഞ്ഞു വെക്കാം. ഇതാ കൊടുത്തിട്ട് വരാം. ദാ കൊള്ളാം. ഒരു ജ്യൂസ് കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഇപ്പൊ മനസ്സിൽ ഓർത്തേ. വിജയേട്ടാ, ഇതൊക്കെ വിജയേട്ടന്റെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാ. ഭാര്യയ്ക്ക് അറിയൂ ഭർത്താവിന്റെ മനസ്സ്. രത്നമ്മേ, എന്നും ഇങ്ങനെ തന്നെ വേണം കേട്ടോ. തിരിച്ചേ ഇങ്ങോട്ടും വേണം. ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാവണം ഭർത്താവ്. എടി, നീ ആഗ്രഹിച്ച എന്ത് കാര്യോടി ഞാൻ സാധിച്ചു തരാത്തത്? അതൊക്കെ പോട്ടെ, ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുവോ? പറ നോക്കട്ടെ. സാധിച്ചു തരുമോന്ന് പറ. എന്നെ കൊണ്ട് സാധിക്കുന്നതാണ്. വിജയേട്ടന് സാധിക്കും. ഒരു വാക്ക് പറഞ്ഞാ മതി. ശരീന്ന്. എന്റെ തല വെട്ടിക്കോട്ടെന്ന് നീ ചോദിച്ചാ ഞാൻ ശരിയെന്ന് പറയണോ? ഇതങ്ങനൊന്നുമല്ല. വിജയേട്ടന് ഒരു നഷ്ടവും വരുന്ന കേസല്ല. പറയടി. ജാനിയെ ചെന്നൈയിലോട്ടൊന്ന് വിടുവോന്ന് ചോദിച്ചു ശ്യാമളേച്ചി. എന്തിന്? ശ്യാമളേച്ചിയുടെ മോള് പ്രസവം അടുത്ത് നിൽക്കുക. ഒരു കൂട്ടിന് ആരുമില്ല. ശ്യാമളേച്ചി ശരത്തേട്ടനും ജോലിക്ക് പോവല്ലോ. പിന്നെ വർഷ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാ. എന്തെങ്കിലും ഓർക്കപ്പുറത്ത് സംഭവിച്ച ഒരു കൂട്ട് വേണ്ടേ? ഒന്ന് താങ്ങി പിടിക്കാനോ വിളിച്ചു പറയാനോ. എത്ര നാളത്തേക്കാ? 3-4 മാസം, അത്രയും മതിന്നേ. നിന്റെ ചേച്ചിയുടെ മോളുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഒരു വയറ്റാട്ടിയുടെ സേവനം വേണം. കുളിപ്പിക്കണം, അഴുക്കു തുണികൾ അലക്കണം, പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞിന്റെ മലവും മൂത്രവും കോരണം, മുറി തൂത്ത് വൃത്തിയാക്കണം. അതല്ലേ ശരിക്കും ഉദ്ദേശിക്കുന്ന സഹായം? ഓ, ഈ വിജയേട്ടൻ ഉടനെ കാട് കയറി. വിജയേട്ടൻ അങ്ങനെയൊന്നുമില്ല. രത്നമ്മേ, നീ ഈ പറഞ്ഞ കാര്യം സാധ്യമല്ല. വിജയേട്ടൻ വെറുതെ അല്ല, അവരവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. നിന്റെ മനസ്സിൽ നിന്ന് ആ പ്ലാനങ്ങ് മാറ്റി കളഞ്ഞേക്ക്. ഓരോരോ അഭ്യാസങ്ങൾ. ഇത് തന്നെയാണ് വീട്? അതെ.
അപ്പു, അപ്പുണ്ണി, ദേ അച്ഛമ്മ. അമ്മേ, അമ്മേ, ദേ അച്ഛമ്മ അമ്പലപ്പുഴയിന്ന്. വസുമതിയാണോടി? ആ അതെ, വരുന്നുണ്ട് ശ്രീകരം. അയ്യോ, ഇതെങ്ങനെ തപ്പി പിടിച്ചു? ഇങ്ങോട്ടുള്ള വഴി അറിയോ? നീ പറഞ്ഞു കൊടുത്തായിരുന്നോ? താമസം മാറ്റി വിവരം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാടി? ആ മണം പിടിച്ചു വന്നതായിരിക്കും. അല്ലെങ്കിലും ലോകസഞ്ചാരത്തിന് വലിയ കേമത്തെയാണല്ലോ. ഇനിയിപ്പൊ നമ്മുടെ മെക്കിട്ട് കേറുമായിരിക്കും. എന്റെ അടുത്ത് വല്ലതും പറഞ്ഞോണ്ട് വന്ന ഞാനും നല്ലതുപോലെ തിരിച്ചു പറയും, വിട്ടുകൊടുക്കത്തില്ല. എടി, പ്രായമായവര് വരുമ്പോ എഴുന്നേക്കണം. അതാ നമ്മുടെ നാട്ടിലെ മര്യാദ. നിന്റെ അമ്മ ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അല്ല, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് ചെയ്യുന്നത് കണ്ടല്ലേ നീ പഠിക്കുന്നത്. ദാ, എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. അയ്യോടി, തിന്നോടി മക്കളെ. അച്ഛമ്മയല്ലേടി തരുന്നേ. ഇങ്ങനൊന്നും കൊഞ്ചിക്കാൻ എന്നെ കിട്ടില്ല. അപ്പോ ദാ ഇത് വെച്ചോ. ഇവക്ക് വേണോന്ന് പറഞ്ഞാ കൊടുത്തേക്കെ, അല്ലെങ്കിൽ നീ തിന്നു. അച്ഛമ്മ ഇങ്ങോട്ട് എറിഞ്ഞോ, ഞാൻ ക്യാച്ച് എടുത്തോളാം. ക്യാച്ച്. എന്റെ ചോക്ലേറ്റ് താടാ. അച്ഛമ്മ തന്നപ്പോ എന്താ വാങ്ങിക്കാഞ്ഞേ? നീ തരുന്നുണ്ടോ ഇല്ലയോ? മുട്ടേന്ന് വിരിഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്ക് ഈഗോ. അച്ഛമ്മ ഇവള് മുട്ടായിന്റെ വാങ്ങിച്ചേ. മൈക്കി കൂടി വിളിച്ചു പറ. ആഹാ, അമ്മയോ? അല്ലടി, അമ്മൂമ്മ. എടി, ഞാൻ ഈ മുറ്റത്ത് വന്ന വിവരം നീ അറിയാഞ്ഞിട്ടാണോ? ആ സൂര്യമോള് ദേ അച്ഛമ്മ വന്നേന്ന് വിളിച്ചു പറഞ്ഞത് 8 നാടും പൊട്ടുന്ന ഒച്ചയിലാണല്ലോടി. അയ്യോ, ഞാൻ കേട്ടില്ല. ചുമ്മാ മുഖത്ത് നോക്കിക്കൊണ്ട് നോട് പറയല്ലേ രത്നമ്മേ. നിന്റെ അഭിനയൊക്കെ എനിക്ക് കണ്ടാലറിയാം. ശരി, കേട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണായിരുന്നു? താലപ്പൊലി എടുത്തോണ്ട് വന്ന് ഇറങ്ങി സ്വീകരിക്കണായിരുന്നോ? എടി, എന്ത് ശത്രുതയുണ്ടെങ്കിലും വീട്ടിലൊരു ബന്ധു കയറി വരുമ്പോ ഒരു സാമാന്യ മര്യാദയില്ലേടി? പുറത്തോട്ടൊന്ന് ഇറങ്ങി വരിക, കുശലം ചോദിച്ച് അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോവുക. നിന്നെ കണ്ടല്ലേ നിന്റെ മക്കള് പഠിക്കുന്നേ. എന്റെ മക്കൾ ഇത്രയൊക്കെ പഠിച്ചാ മതി. എനിക്ക് ഇത്തിരി മര്യാദ കുറവാ. മര്യാദ മാത്രമല്ല, സംസ്കാരമില്ല, വിവരവും ഇല്ല, വിവേകവും ഇല്ല, സൽബുദ്ധി തീരെയില്ല. ഇവളെ കുറ്റം പറയാൻ വേണ്ടിയാണോ വസുമതിയമ്മ അമ്പലപ്പുഴയിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നേ? ഇവളെ മാത്രമല്ല സരസമ്മേ, നിങ്ങളോട് 4 എണ്ണം പറയാൻ വേണ്ടിയാ. ഞാനെന്ത് ചെയ്തു? കലവൂരി നിങ്ങോട്ട് താമസം മാറ്റിയിട്ട് ഇപ്പൊ ദിവസം എത്രയായി? ഒരു വാക്ക് പറയായിരുന്നല്ലോ നിങ്ങൾക്കെങ്കിലും. നിങ്ങൾ ഇവിടെ തള്ളയല്ലേ? ഇവക്കൊരു തെറ്റുപറ്റിയാ തിരുത്തേണ്ടവരല്ലേ? കലവൂരിന്ന് പെട്ടിയും കിടക്കയും കെട്ടിപ്പെറുക്കി പോരുമ്പോ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അവിടുന്ന് പോരുന്ന കാര്യം ആരോടും പറഞ്ഞില്ല. അതൊന്നും പറയാതിരുന്നേ. രായ്ക്ക് രാമാനെ ഒളിച്ചോടി പോരുമായിരുന്നു. കലവൂരിലെ നാട്ടുകാർക്കും കടക്കാർക്കും നിങ്ങൾ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടല്ല, വേറെ പല കാരണങ്ങളുണ്ടായിരുന്നു. പോട്ടെ, ഇവിടെ വന്ന് താമസം തുടങ്ങിയ ശേഷം വിളിക്കായിരുന്നല്ലോ. അതും ചെയ്തില്ല. നീയൊക്കെ അത്രക്കേ കരുതിയിട്ടുള്ളൂ എന്നെ. ഒരു കാര്യം എപ്പോഴും നീ ഓർത്തു, നീ എനിക്കിടുന്നതിന്റെ പകുതി വിലയെ ഞാൻ നിനക്കിടൂ.